അപ്പോൾ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് നാഗർഹോലെ നാഷണൽ പാർക്കിലേക്കാണ്. നാഗർഹോലെ കർണാടക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഇത് വളരെ ദൂരെയുള്ളൊരു സ്ഥലമാണെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് വളരെ കേരള കർണാടക അതിർത്തിയിൽപ്പെടുന്ന വളരെ നമുക്ക് അടുത്ത എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. നാഗർഹോലെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് കബനി നദിയുടെ തീരത്താണ്. അപ്പോൾ ഈ പ്രദേശം മൊത്തം അറിയപ്പെടുന്നത് കബനി എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോട്ടിംഗ് ആണ്. നമുക്ക് വന്യജീവികളെ വൈൽഡ് ലൈഫിനെ ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ബോട്ടിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിങ്ങിന് നമ്മളൊരു പ്രത്യേക ഫോറസ്റ്റിൻ്റെ ഒരു ട്രക്കിലാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് കബനി നദിയുടെ തീരങ്ങളൊക്കെ ആസ്വദിക്കാം. വളരെ ഒരു ചെറിയ വില്ലേജിലൂടെയാണ് ഇതിൻ്റെ യാത്ര. ഈ പ്രദേശങ്ങളെല്ലാം വളരെ ചെറിയ സാധാരണക്കാരും ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽസൊക്കെ കുറേ താമസിക്കുന്ന ഒരു ചെറിയൊരു മനോഹരമായ വില്ലേജാണിത്. അതിലൂടെയാണ് നമ്മൾ ബോട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് ജംഗിൾ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ KTDC കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ കർണാടക ടൂറിസം കോർപ്പറേഷൻ്റെ ഒരു നല്ല ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് സാധാരണ ആർക്കും പ്രവേശനം നൽകാറില്ല. നമ്മളുടെ അടുത്ത് പ്രീ ബുക്കിംഗ് നമ്മൾ ചെയ്ത ആ ബോട്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ജംഗിൾ ലോഡ്ജിൽ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റുകൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കബനി ബോട്ടിങ്ങിന് അല്ലെങ്കിൽ ജംഗിൾ സഫാരിക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ പ്രീ ബുക്ക്ഡ് ആയിട്ടുള്ള നമ്മളെ ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ കൂടെയുള്ളത് കൂടുതലും വിദേശ വിനോദസഞ്ചാരികളാണ്. ഈ ബോട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രിപ്പുകളിൽ കൂടുതലും സീസൺ സമയത്ത് വിദേശ വിനോദസഞ്ചാരികളാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ ഈ ബേർഡ് വാച്ചേഴ്സ്, അതുപോലെ വൈൽഡ് ലൈഫ് ആസ്വദിക്കാനായി വരുന്നവർ ഒക്കെയാണ് കൂടുതലും. ഇവിടുത്തെ സമ്മർ സമയത്താണ് കൂടുതൽ ദേശാടന പക്ഷികൾ ഈ റിവറിലേക്ക് വരുന്നത്. ഈ കബനി നദിയുടെ ഒരു തീരം ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്, മറുവശം നാഗർഹോലെ നാഷണൽ പാർക്ക്. അപ്പോൾ ഈ നദിയുടെ രണ്ട് വശങ്ങളിലാണ് ഈ രണ്ട് നാഷണൽ പാർക്കുകളും. അപ്പോൾ ഏറ്റവും ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും നിരാശരായി മടങ്ങേണ്ടി വരില്ല. ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് പല ബോട്ടിങ്ങിലും
നമുക്ക് ചിലപ്പോൾ വൈൽഡ് ലൈഫിനെ കാണാതെ, അല്ലെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാതെ തിരിച്ചു വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പല ബോട്ടിങ്ങിലും. പക്ഷെ നമുക്കിവിടെ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരിക്കലും നിരാശരായി മടങ്ങേണ്ടി വരില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു ആനിമൽസിനെ നമുക്ക് എന്തായാലും സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ആണിത്. നമ്മളിപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ദൂരെയൊക്കെ മൃഗങ്ങളിലേക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേഡ്സൊക്കെയാണ് അപ്പോൾ ഓരോ ഇപ്പോൾ കൂടുതലും ഈ ബേർഡ് വാച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തുള്ള ട്രിപ്പുകൾ, ഈ റിസോർട്ടുകളൊക്കെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും ബേഡ്സിനെയൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഈ ബോട്ടിനകത്ത് കൂടുതലുള്ളത്. ഈ ബോട്ടിങ്ങിൽ ഓരോ ബോട്ടിലും നമുക്ക് പ്രത്യേകം ഗൈഡ് സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റിൻ്റെ നാച്ചുറലിസ്റ്റുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡുകൾ നമുക്ക് ഈ ബോട്ടിങ്ങിന് നമ്മളുടെ കൂടെ, അല്ലെങ്കിൽ കൂടുതലും വിദേശ വിനോദസഞ്ചാരികൾ ആയതുകൊണ്ടാണ് അവർക്കെപ്പോഴും ഗൈഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ബോട്ടിങ് ഇതിൽ. അപ്പോൾ ഒരു വളരെ നല്ല എക്സ്പ്ലനേഷനൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും വന്യമൃഗങ്ങളെപ്പറ്റി, ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ സംഗതികൾ, അതുപോലെ തന്നെ പല പല ബേഡ്സിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ ബേഡ്സ് ഇരിക്കുന്ന സ്പോട്ടുകളൊക്കെയാണ് കൂടുതലും ഗൈഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടിങ്ങിൽ കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് മാൻകൂട്ടങ്ങളെയാണ്, മാനുകളെയാണ്. നദിയിലെ തീരത്ത് എപ്പോഴും വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ പുൽമേടിലൊക്കെ പുല്ലൊക്കെ തിന്ന് മേഞ്ഞ് നടക്കുന്ന ഒരുപാട് മാൻകൂട്ടങ്ങളെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ദൂരെ നിന്ന് തന്നെ മാൻകൂട്ടങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് മാനുകളെയാണ്. വളരെ നിഷ്കളങ്കമായ കണ്ണുകൾ മാൻകൂട്ടങ്ങളെ കാണുമ്പോൾ തന്നെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ് ഇങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണിത്.
നിർഭാഗ്യവശാൽ നമ്മളൊരു അല്പം ലേറ്റായി എന്നല്ല, നമ്മൾ ബോട്ട് ടേൺ ചെയ്യാനായിട്ട് കുറച്ച് സമയം വൈകിപ്പോയി. അപ്പോൾ ഒരു വലിയൊരു കാട്ടാനക്കൂട്ടം തീരത്തു നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഫോറസ്റ്റിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. നമ്മൾ ചെറിയ ഒരു സമയ വ്യത്യാസത്തിൽ വലിയൊരു കൂട്ടം കാട്ടാനകൾ ഇപ്പോൾ ഫോറസ്റ്റിനകത്തേക്ക് പോയി. കുറച്ച് ഇത് നമുക്ക് കാണാൻ കഴിയും. ബൈസൺ, കാട്ടുപോത്തിനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കാട്ടുപോത്ത് തന്നെയാണ്. അതേപോലെ കാട്ടുപോത്തും അതിൻ്റെ ഫാമിലിയും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. വളരെ നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ്. കാട്ടുപോത്തും ചെറിയൊരു ഫാമിലി, നല്ല മനോഹരമായൊരു ദൃശ്യം തന്നെയാണത്. യാത്രയിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ച ആണിപ്പോൾ നമ്മൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടസ്കർ, ഒരു ഒറ്റയാൻ അവിടെ നമ്മുടെ ഒരു തീരത്ത് നിൽക്കുന്നുണ്ട്. ഈ സാധാരണ ഈ കൂട്ടമായി വരുന്ന ആനകളെ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. ഈ തനിച്ചുള്ള ഈ ഒറ്റയാന്മാരെ കാണുമ്പോൾ നമ്മൾ വളരെ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം എന്നാണ് പൊതുവെ പറയാറുള്ളത്. നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമുക്ക് ഉള്ള ഒരു വളരെ കാടിൻ്റെ യഥാർത്ഥ ഭംഗി ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ആനകളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കം തന്നെയായിരിക്കും. അപ്പോൾ ഏറ്റവും നമ്മൾ ഈ ഒരു വളരെ ഒരു സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായൊരു കാഴ്ച തന്നെയാണത്.
ഒരു യാത്രയിലെ മാത്രമല്ല, എനിക്ക് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രയും മനോഹരമായൊരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്. 3 ആനകൾ നദിയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാഗർഹോളെ നാഷണൽ പാർക്കിൽ നിന്നും ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്കാണ്, അല്ലെങ്കിൽ 2 തീരങ്ങളാണല്ലോ, അപ്പോൾ അങ്ങോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ് ആനകൾ. സന്ധ്യാസമയമായതിനാൽ പകൽ മുഴുവൻ ഒരു സ്ഥലത്ത് മേഞ്ഞ് നടന്ന് തിരിച്ച് നദി നീന്തിക്കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. ഒരു സുന്ദരമായ കാഴ്ച. നമുക്ക് വളരെ ഒരു റെയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണത്. വളരെ ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ ചില സമയത്ത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന പോലെയാണ്. അത്രയ്ക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാമറയ്ക്ക് വളരെ പരിമിതികളുള്ളതുകൊണ്ടാണ്, പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആനക്കൂട്ടം നീന്തി അതിനെ അപ്പുറത്തെ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു മനോഹരമായൊരു ദൃശ്യമാണിത്. നമുക്ക് ഇതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞതിന്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഈ കാട്ടാനക്കൂട്ടം ഈ കബനി നദിയിൽ നിന്നും വിടവാങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മളും ഈ കബനി നദി, ഈ മനോഹരമായ ഈ കബനി നദീതീരം വിട്ട് നമ്മളും ഇവിടുന്ന് യാത്ര തിരിക്കുന്നു. അടുത്തൊരു മനോഹരമായ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.